ശരണം ശരണം. നമുക്ക് അതിരസികനായ മുത്തശ്ശ നമ്പൂരിന്റെ കഥ നോക്കിയാലോ? വികട സരസ്വതിയുടെ നടനരംഗമാണ് അദ്ദേഹത്തിന്റെ നാവ് എന്നാണ് പറയുന്നത്. വികട സരസ്വതിയും പലതരത്തിലുണ്ട്. ആ ദേവി നൃത്തം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ നാവ്. അങ്ങനെ അദ്ദേഹം കീർത്തിമാനായി. കീർത്തി പറഞ്ഞാൽ പല തരത്തിലുണ്ടല്ലോ. അങ്ങനെ കീർത്തിമാനായിരുന്ന ഈ ബ്രാഹ്മണരിലും തിരുവിതാംകൂർ പ്രസിദ്ധമായിട്ടുള്ള വൈക്കത്ത് ക്ഷേത്രത്തിന്, വൈക്കം മഹാദേവ ക്ഷേത്രം അല്ലേ, അതിൻ്റെ അടുത്താവുന്നു എന്ന് മാത്രമല്ല, വൈക്കത്ത് ക്ഷേത്രത്തിലെ സത്യകളുടെ ദേഹണ്ണങ്ങൾക്കുള്ള ഭാരവാഹിത്വം ഇദ്ദേഹത്തിന്റെ ഇല്ലത്തേക്ക് കാരണമായിട്ടുള്ളതാണ്. ഈ അവിടെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും സദ്യ ഉണ്ടാകുമ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ഇല്ലത്തെന്നാണ് അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്. ഊഴും വലിയ മടപ്പള്ളിയിൽ അടുപ്പിൽ തീയിടുന്നതിന് മുത്തശ്ശ നമ്പൂരി വന്നല്ലാതെ പാടില്ല. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഈ തറവാട്ടിലെ ഉദ്ദേശം 50 കൊല്ലം മുമ്പ് വരെ ജീവിച്ചിരുന്ന നമ്പൂരിയെ കുറിച്ചാണ് ഇവിടെ കുറച്ച് അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് സാഗരം പോലെ നീണ്ടു കിടക്കുന്ന കഥയാണ് അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് വളരെ കുറച്ച് പറയാം. പ്രസിദ്ധനായ മുത്തശ്ശ നമ്പൂരിക്ക് അനന്യസാധാരണ ഒരു വാഗ്വിലാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് സംഭവിക്കാനുള്ള കാരണത്തെ തന്നെ നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞു നോക്കാട്ടോ. ഇദ്ദേഹം സമാവർത്തനം കഴിഞ്ഞ് ഉണ്ണി നമ്പൂരിയായി താമസിക്കുന്ന കാലത്ത് മൂകാംബിയിൽ പോയി ഒരു മണ്ഡല ഭജനം കഴിക്കുകയുണ്ടായി, ചെറിയ കുട്ടിയായ സമയത്ത്. അക്കാലത്ത് അവിടുത്തെ ദിവ്യമായിരിക്കുന്ന ത്രിമധുരം സേവിക്കാൻ സംഗതിയായി. അതിനാലാണ് ഇദ്ദേഹത്തിന് ഈ മാഹാത്മ്യം സിദ്ധിച്ചത് എന്ന് പറയപ്പെടുന്നു. മൂകാംബിയിലെ ദിവ്യമായിരിക്കുന്ന ആ ത്രിമധുരം മലയാളികൾക്ക് അസുലഭമാണെന്ന് പ്രസിദ്ധമാണല്ലോ. ആ ത്രിമധുരത്തിനുള്ള മഹാത്മ്യം എന്താണെന്ന് കൂടി പറയാം. മൂകാംബികയിൽ പതിവായി അത്താഴ പൂജ കഴിഞ്ഞ് നട അടക്കാറാക്കുമ്പോൾ ശർക്കര, കദളിപ്പഴം, ഇങ്ങനെയുള്ള മധുരദ്രവ്യങ്ങൾ ഒരു പാത്രത്തിലാക്കി ബിംബത്തിന്റെ മുൻഭാഗത്ത് വെച്ചിട്ടാണ് നട അടക്കുന്നത്. ദിവസം തോറും രാത്രികാലങ്ങളിൽ ദേവന്മാർ അവിടെ വന്ന് ദേവിയെ പൂജയ്ക്ക് പതിവുള്ളതിനാൽ ആ ത്രിമധുര നേദ്യം കഴിക്കുന്നതും ദേവന്മാർ തന്നെയാണ് പതിവ്. അതിനാലാണ് ആ ത്രിമധുരത്തിന് അസാധാരണമായ ദിവ്യത്വം ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അത് സേവിക്കുന്ന മലയാളികൾക്ക് അന്യാദൃശം ആയ വാണീവിലാസം ഉണ്ടാകുമെന്നത് കൊണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പരദേശികൾക്ക് ഇവരോടുള്ള അസൂയ ആർക്കും കൊടുക്കൂല. ആർക്കും കൊടുക്കാതെ അവരെന്നെ അഗാധമാര് കിണറ്റിലിട്ട് കളയുകയാണെങ്കിലും പതിവ്. അത് അത്രമേൽ ഉപകാരമായിക്കൂടാന്ന്. ദിവസം തോറും രാവിലെ നട തുറക്കുമ്പോൾ തലേനാൾ രാത്രിയിൽ ദേവന്മാരാൽ ആരാധിക്കപ്പെട്ട ആ പാരിജാതാദി ദിവ്യ പുഷ്പങ്ങൾ കാണപ്പെടും. ഭൂമിയിൽ ഇല്ലാത്ത പുഷ്പങ്ങളൊക്കെ ഉണ്ടാവുന്നാണ് പറയുന്നത്. അവിടെ തലേ ദിവസം ശാന്തി കഴിച്ച ആൾക്ക് പിറ്റേ ദിവസം ശാന്തി കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഏർപ്പാടുണ്ട്. ഇതൊരു അത്ഭുതം. അദ്ദേഹം കാണുമ്പം അതൊരു ശരിയാവില്ലല്ലോ. എന്ന് മാത്രമല്ല, അകത്ത് കണ്ടത് പുറത്ത് പറയുകയില്ല എന്നൊരു സത്യവും ചെയ്യിപ്പിച്ചിട്ടാണ് ദിവസം തോറും ശാന്തിക്കാരെ അകത്തേക്ക് കടത്തി വിടുന്നത്. എന്തൊക്കെ അത്ഭുതങ്ങൾ കണ്ടാലും അത് ആർക്ക് പറയാൻ പാടില്ല. നമ്പൂരി അവിടെ എത്തി കുറച്ചു ദിവസം ഭജനം നടത്തിയപ്പോഴേക്കും അവിടുത്തെ പതിവുകളെല്ലാം മനസ്സിലായി. ഏത് വിധവും ഈ ത്രിമധുരം സേവിക്കണമെന്ന് നിശ്ചയിച്ചത് അതിന് തരം നോക്കിക്കൊണ്ട് താമസിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം പതിവ് പോലെ പ്രഭാതമായപ്പോഴേക്കും നമ്പൂരി കുളി കഴിച്ച് മണ്ഡപത്തിലെത്തി. കണ്ണുമടച്ചിരുന്ന് ജപം തുടങ്ങിട്ടോ. അപ്പോൾ ശാന്തിക്കാരൻ വന്ന് നട തുറന്നു. തലേ ദിവസത്തെ പൂവും മാലയും ത്രിമധുരവും എല്ലാം എടുത്ത് കിണറ്റിൽ കൊണ്ടുപോയി ഇടുന്നതിന് ഒരു കുടം വെള്ളം കോരിക്കൊണ്ട് വന്നിട്ടാവാമെന്ന് വിചാരിച്ച അദ്ദേഹം കിണറ്റുവരയിലേക്ക് പോയി വെള്ളം എടുക്കാൻ. ആ തരത്തിന് നമ്പൂരി ശ്രീകോവിലിനകത്ത് കടക്കാലോ, നമ്പൂതിരിയല്ലേ, അകത്ത് കടന്ന് കുറേ ത്രിമധുരം എടുത്ത് വയലാക്കി. അപ്പോഴേക്ക് ശാന്തിക്കാരൻ ഓടി വന്ന് നമ്പൂരിയുടെ കഴുത്തിൽ പിടിയും കൂടി. പിന്നെ രണ്ടുപേരും കൂടെ അവിടെ വെച്ചു യഥാശക്തി ഒരു പിടിയും വലിയും തൊന്തയുദ്ധം നടന്നു പറയുന്നു. രണ്ടുപേരും കൂടെ അവിടെ വെച്ച് യഥാശക്തി തൊന്തയുദ്ധം ഉണ്ടായിന്ന് പറയുന്നു. എങ്കിലും നമ്പൂരി ഒരു വിധത്തിൽ വായിലാക്കിയിടത്തോളം ത്രിമധുരം വയറ്റിലുമാക്കി. ശാന്തിക്കാരൻ നിലവിളിച്ചു. സംഖ്യയില്ലാത്ത ആളുകളും കൂടി അവിടെ. എല്ലാവരും കൂടി നമ്പൂരിയെ പിടിച്ച് പ്രഹരിച്ച് അടിമുടുക്കലായി. ആകപ്പാടെ നമ്പൂരി കുഴങ്ങി. മലയാളിയായിട്ട് താൻ ഒരുത്തനല്ലാതെ ഒരാളും വേറെ ഇല്ല താനവിടെ.
എല്ലാം പരദേശികൾ, ഒരു പരിചയമില്ലാത്ത ദിക്കും. ശരാ എന്ത് വേണ്ടു എന്നിങ്ങനെ വിചാരിച്ച് വിഷാദിക്കുമ്പോൾ ദേവിയുടെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ഒരു ഉപായം തോന്നി. എന്താ? ശ്വാസമെല്ലാം അടക്കി പിടിച്ച് കണ്ണു വെച്ച് ചത്തതുപോലെ കിടന്നു. അപ്പൊ തല്ലില്ലല്ലോ. അപ്പോഴേക്കും എല്ലാവർക്കും ഭയമായി. വേഗമെടുത്ത് അമ്പലത്തിന് പുറത്തു കൊണ്ടുപോയി. എന്നിട്ടും ശ്വാസമില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് ചത്തു എന്ന് രക്ഷപ്പെടുത്തി എല്ലാവരും കൂടെ എടുത്ത് ഒരു വലിയ വനാന്തരത്തിൽ കൊണ്ടുപോയി ഇട്ട് വെച്ച് പോരുകയും ചെയ്തു. ആളുകളൊക്കെ പോയെന്ന് കണ്ടപ്പോൾ നമ്പൂരി പതുക്കെ എഴുന്നേറ്റു. തല്ലും വെട്ടിയും കൊണ്ട് എല്ലാം തകർന്നിരുന്നു. എങ്കിലും പ്രാണഭീതിയോടുകൂടി അവിടെ നിന്ന് ഓടിപ്പോരുകയും ചെയ്തു. ജയിലായിപ്പോയി. ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇല്ലത്ത് വന്നു ചേർന്നു. പിന്നെ പല ചികിത്സകളും മറ്റും ചെയ്ത് ദേഹസുഖം നല്ലപോലെ ഉണ്ടായതിനു ശേഷമാണ് ഓരോ ദിവ്യത്വങ്ങൾ തുടങ്ങിയത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മന്നത്തരങ്ങൾ മിക്കവാറും അസഭ്യങ്ങളാകിയാൽ അങ്ങനെയല്ലാത്ത ചില സംഗതികൾ മാത്രമേ ഇവിടെ പറയാൻ നിവൃത്തിയുള്ളൂ. എല്ലാം ബഗിടാന്ന് കഴിച്ചുകൂട്ടലും ബഗിടാന്ന് പറയുന്ന വികടകവി അറിയുന്നത്. ഒരിക്കലൊരു നമ്പൂതിരിക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ശാസ്ത്രികൾ ചില കുട്ടികളെ കാവ്യങ്ങൾ വായിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ശാസ്ത്രികളുടെ പഠിപ്പിക്കലും കുട്ടികളുടെ പഠിക്കലും ഒക്കെ കണ്ടും കേട്ടുകൊണ്ട് നമ്പൂരി കുറച്ചു സമയം ഇവിടെ ഇരുന്നു. അപ്പോൾ ശാസ്ത്രികൾ മൂത്രശങ്കക്കായി കുളക്കടവിലേക്ക് പോയി. ആ സമയം രഘുവംശം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് ഒരു പദത്തിന്റെ പരിഭാഷ തോന്നാതെ വന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? മിണ്ടാതെ ഇരുന്നത് കണ്ടിട്ട് എന്താ മിണ്ടാതിരിക്കുന്നത് എന്ന് നമ്പൂരി ചോദിച്ചു. ഒരു പദത്തിന്റെ പരിഭാഷ തോന്നിയില്ല. ഏത് പദത്തിൻ്റെതാണത്? കരി എന്നുള്ളതിൻ്റെയാണ് ഈ കുട്ടി പറഞ്ഞു. അപ്പൊ നമ്പൂരി പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു തരാം. കരിക്കട്ടെ എന്ന് ചൊല്ലിയാൽ മതി. മാഘം പഠിച്ചു കൊണ്ടിരുന്ന വേറൊരു കുട്ടി അഷ്ടസ്ഫടികാക്ഷമാല എന്നുള്ളതിന്റെ പരിഭാഷ എനിക്കും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്പൂരി പറഞ്ഞു, അക്ഷസ്ഫടികാക്ഷമാല, അച്ഛന്റെ സ്ഫടികാക്ഷമാല, അച്ഛൻ അമ്മയുടെ നായർ. സ്ഫടികാക്ഷമാല എന്താണെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. അത് ശാസ്ത്രികളോട് ചോദിക്കണം. എന്ത് കണ്ടപ്പോ കിടന്നെ പറഞ്ഞ അന്നേരം നായരെന്ന അച്ഛന. നമ്പൂരി യാതൊരു സംശയവും കൂടാതെ ഇങ്ങനെ പറഞ്ഞതിന് വിശ്വസിച്ച് കുട്ടികൾ അങ്ങനെ തന്നെ ഒരു വീട്ടും തുടങ്ങി. അപ്പോഴേക്കും ശാസ്ത്രികളും തിരിച്ചു വന്നു. ഉടനെ കുട്ടികൾ ഈ അബദ്ധം പറയുന്നത് കേട്ട് അദ്ദേഹം ദേഷ്യപ്പെട്ട സമയത്ത് കുട്ടികളോട് ഞാൻ നമ്പൂരി പറഞ്ഞു തന്നതാണ് എന്ന്. പിന്നെ ശാസ്ത്രികളും നമ്പൂരിയും തമ്മിലായി വാദപ്രതിവാദം. അപ്പൊ ശാസ്ത്രികൾ അദ്ദേഹത്തോട് നമ്പൂരിയോട് എന്താ നമ്പൂരി കുട്ടികൾക്ക് ഇങ്ങനെ അബദ്ധം പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചു. തനിക്കൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ലേ ഇത് അബദ്ധമെന്ന് തോന്നുന്നത്. വലിയ ശാസ്ത്രികളാണെന്നും പറഞ്ഞ് ആശാനായിട്ട് ഞെളിഞ്ഞിരുന്നാ പോരാട്ടാ. വല്ലത് കുറച്ചെങ്കിലും പഠിച്ചിട്ട് വേണം മറ്റൊരാളെ പഠിപ്പിക്കാൻ. അല്ല ഞാൻ അറിവുള്ളവർ പറയുന്ന എല്ലാം അബദ്ധമാണെന്ന് തോന്നുന്നെന്നും പറഞ്ഞു. അപ്പൊ ശാസ്ത്രികൾ അപ്പോൾ എന്നേക്കാൾ വിൽപ്പത്തി നമ്പൂരിക്കുണ്ടെന്നാണോ ഭാവം എന്ന് ചോദിച്ചു. എന്താ അത്ര സംശയം? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ തന്നെ നക്ഷത്രം നോക്കി പോകുമല്ലോ. എന്നാലാട്ടെ എന്തെങ്കിലും ചോദിച്ചോളണം എന്ന് പറഞ്ഞു. താൻ അമരേശം പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതിനെന്ത് വേണം? അതിൽ തന്നെ ഒന്ന് ചോദിക്കാം. ഇന്ദിരാ ലോകമാതാമ എന്നും ഭാർഗവി ലോകജനനി എന്നും ഉള്ളിടത്ത് ലോകമാത എന്നും ലോകജനനി എന്നും രണ്ടും കൂടി പ്രയോഗിച്ചിരിക്കുന്നത് എന്തിനായിട്ടാണ്? അവയിലേതെങ്കിലും ഒന്നാലും മതിയാവുന്നതല്ലേ എന്നാണ് ചോദ്യം. ചോദ്യം? ഈ നമ്പൂരിയുടെ ചോദ്യം. അപ്പൊ ശാസ്ത്രിയോട് വന്നാലും മതിയായിരുന്നു. ഇതാണ് തനിക്കൊന്നും അറിഞ്ഞുകൂടെന്ന് ഞാൻ പറയുന്നത്. ഏറ്റവും കുരുക്കുമാലയിൽ കുടുങ്ങിയിരിക്കുന്ന ഈ ഗ്രന്ഥത്തില് അതിഗംഭീരനായിരിക്കുന്ന ദത്തർത്താവ് വെറുതെ ഇങ്ങനെ ഒരു പദം പ്രയോഗിക്കയില്ലല്ലോ. എന്നാൽ ഇതിന്റെ പ്രയോജനം എന്താണെന്ന് നമ്പൂരി പറയണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്പൂരി പറഞ്ഞു, മേൽപ്പട്ടും കീഴ്പ്പട്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ലോകമാത എന്നും ഈ ലോകജനനി എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മഹാലക്ഷ്മി ഒരു ലോകത്തിലേക്ക് മാത്രമല്ല പരലോകത്തിലെ മാതാവും ഇഹലോകത്തിലെ ജനനിയുമാണെന്നാണ് അതിന്റെ അർത്ഥം. ഒന്ന് മാത്രം പറഞ്ഞാൽ ഒരു ലോകത്തിലേക്കല്ലാതാകുമോ? ഇല്ലല്ലോ. എടോ ഇതൊക്കെ വളരെ പഠിച്ചെങ്കിലേ മനസ്സിലാകൂട്ടോ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം അമ്പലപ്പുഴ എത്തിച്ചേർന്നു. എന്നിട്ടോ കുളിച്ചു
സന്ധ്യാവന്ദനാദികളും കഴിച്ച് അമ്പലത്തിലെത്തി. അന്ന് വാവോ മറ്റായിരുന്നു എന്ന് തോന്നണു. അത്താഴമില്ലാത്തൊരു ദിവസമായിരുന്നു അന്ന്. ഉപായത്തിൽ പലഹാരം വല്ലതും കഴിക്കണമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്താഴപൂജ കഴിഞ്ഞ് ശാന്തിക്കാരൻ നേദ്യം കഴിച്ച് അപ്പവും എടുത്തുകൊണ്ട് തിടപ്പള്ളിയിലേക്ക് പോകുന്നത് കണ്ടു. അത് കണ്ടു നമ്മുടെ നമ്പൂരി. അവിടെ ബ്രഹ്മസ്വമായിട്ട് പതിവുള്ള അപ്പം വഴിപോക്കർക്ക് കൊടുക്കാതെ ശാന്തിക്കാരന് തന്നെ അപഹരിക്കുകയാണ് പതിവ്. കൊടുക്കൂല. അഥവാ കൊടുത്താലോ ഒരു മുറിയോ അല്ലാതെ കൊടുക്കുകയുമില്ല. ഈ പതിവുകൾ മുത്തസ്സു നമ്പൂരി മുൻപേ തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ടുണ്ടാക്കി അപ്പവും കൊണ്ടുപോയ ശാന്തിക്കാരന്റെ പിന്നാലെ അദ്ദേഹവും തിടപ്പള്ളിയിലെത്തി. നമ്പൂരിയോട് ശാന്തിക്കാരൻ, ഇവിടുത്തെ അപ്പം ഒരാൾ തിന്നുകയാണെങ്കിൽ എത്ര എണ്ണം തിന്നെന്ന് ചോദിച്ചു. അന്നേരം ഞെരുങ്ങിയാലോ 20 എണ്ണം തിന്നുമായിരിക്കാം. അതൊന്നുമല്ല, 100 എണ്ണത്തിന് സംശയമില്ല. എന്നെ പോലെയുള്ളവരാണെങ്കിൽ ഒരു സമയം 200 എണ്ണം തട്ടിയെന്നും വരാം. സൂത്രമോ? ഒരു കാലത്തുമില്ല. അത്ര മിടുക്കന്നാൽ ഇപ്പോൾ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. എത്ര പേരുവയറിനായാലും 30 എണ്ണത്തിലധികം തിന്നുകയില്ല. നിശ്ചയം തന്നെ ശാന്തിക്കാരൻ പറഞ്ഞു. അതൊന്നും അല്ലടോ, 200 എണ്ണം ഈ പറയുന്ന ഞാൻ തന്നെ തിന്ന് കാണിച്ചു തരാം. യാതൊരു സംശയവുമില്ല അറിഞ്ഞു. പന്തയം വെച്ചില്ലേ? ഇങ്ങനെ അവർ തമ്മിലില്ലെന്നും മൂവെന്നും വലിയ തർക്കമായി. ഒടുക്കം വാദം മുറുകി 5 രൂപ പന്തയവും പറഞ്ഞു. എന്നാൽ ഇപ്പോൾ തന്നെ അതറിയണമെന്ന് പറഞ്ഞ് ശാന്തിക്കാരൻ 200 അപ്പം ഒരു ഉരുളിയിലാക്കി നമ്പൂരിയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. നമ്പൂരി എന്ത് ചെയ്തു? അവിടെ ഇരുന്നപ്പോൾ അതൊക്കെ തിന്നാനും തുടങ്ങി. 10-15 അപ്പം തിന്നപ്പോഴൊക്കെ നമ്പൂരിക്ക് വയറ് നിറയും ചെയ്തു. അപ്പോൾ നമ്പൂരിനോട്, ശാന്തിക്കാരാ, താൻ ഇത്ര മിടുക്കനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഞാൻ തന്നെ വിഡ്ഢി. എൻ്റെ വയറിനെ കുറിച്ച് എന്നേക്കാൾ നിശ്ചയം തനിക്കാണല്ലോ. ഇതാ, എനിക്കിപ്പോൾ വയറ് നിറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരപ്പം പോലും തിന്നാൻ പ്രയാസമാണ്. സൂത്രം കണ്ടില്ലേ ഇപ്പോ? ശാന്തിക്കാരൻ, എന്നാൽ രൂപ തരൂ, ഞാൻ മുമ്പേ തന്നെ പറഞ്ഞില്ലേ അറിഞ്ഞു. എടോ, ബ്രഹ്മസ്വം അപ്പം ദിവസം തോറും താൻ തിന്നതിൻ്റെ വില വഴിപോക്കനെ എനിക്ക് താൻ കണക്ക് തീർത്ത് തരികയാണ് വേണ്ടത്. അത് എനിക്ക് മാത്രം തിന്നാനുള്ളതല്ലാന്ന്. അതിൽ നിന്ന് തൻ്റെ ഈ 5 രൂപ എടുത്തുകൊണ്ട് ശേഷം ഇങ്ങോട്ട് തന്നേക്കെന്നും പറഞ്ഞിറങ്ങി പോവുകയും ചെയ്തു. പിന്നെ ഒരിക്കൽ അദ്ദേഹം വേറൊരിക്കലൊരു അമ്പലത്തിൽ ചെന്നു. അത് രാവിലെ ആയിരുന്നു. ആ ക്ഷേത്രം സർക്കാർ വകയാണ്. എന്നാലും അവിടുത്തെ സകല അധികാരം അവിടുത്തെ വാര്യർക്കായിരുന്നു. വാര്യരാണെങ്കിലോ വലിയ ധനവാനും ഏറ്റവും ഗർവിഷ്ഠനുമായിരുന്നു. നമ്പൂരി കുളിക്കാനായി കുളക്കടവിൽ വന്നപ്പോൾ വാര്യർ മുണ്ടൊടുക്കാതെ ഇരുന്ന് എണ്ണ തേക്കാൻ ഭാവിക്കുകയാണ്. അയ്യേ, നമ്പൂരിയെ കണ്ടിട്ട് യാതൊരു ആചാരവും ഭാവിച്ചില്ല. ആ ദേശത്തേക്ക് വാര്യർ പ്രധാനവും ക്ഷേത്രാധികാരിയും ആയിരുന്നതുകൊണ്ട് അങ്ങനെയാണ് പതിവ്. കുളക്കടവിലിരുന്ന് എല്ലാം ശരീരത്തിൽ വസ്ത്രമില്ലാണ്ട് എണ്ണ തേക്കും. നമ്പൂരിക്ക് അതൊരു അറിവുണ്ടായിരുന്നതിനാൽ അദ്ദേഹം അടുക്കൽ ചെന്നിരുന്നു. തേച്ചുകുളി നമുക്ക് പങ്കായി കളയാൻ തേന്ന് വെച്ചു. ഞാനും തേച്ചു കുളിച്ചിട്ട് വളരെ ദിവസമായി എന്നും പറഞ്ഞ് നമ്പൂരി എണ്ണ എടുത്ത് തേച്ചു തുടങ്ങി. ഭാര്യർക്ക് നല്ല അസലായിട്ട് ദേഷ്യം വന്നില്ലേ? എങ്കിലൊന്നും മിണ്ടിയില്ല. നമ്പൂരി വേഗം എണ്ണയും തേച്ച് കുറെ ഇഞ്ചയും താളിയും ഇങ്ങോട്ട് എടുത്ത് ക്ഷണത്തെ തേച്ചു കുളിയും കഴിച്ച് അമ്പലത്തിലെത്തി. അപ്പോഴേക്കും ഉച്ചപൂജയും കഴിയാറായി. ദേവാരമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമസ്കാരം കാലമായി എന്ന് ശാന്തിക്കാരൻ വന്ന് പറഞ്ഞു. ഉടനെ നമ്പൂരി പോയി ഉണ്ണാനിരുന്നു. അവിടെ ഉച്ചപൂജക്ക് സർക്കാർ വഴിയെ ഒരു പാൽപ്പായസം പതിവുണ്ട്. അത് വഴിപോക്കരായി വരുന്ന ബ്രാഹ്മണർക്ക് ബ്രഹ്മസ്വമായി നമസ്കാരത്തിന് വിളമ്പണമെന്നാണ് ഏർപ്പാട്. അവിടുത്തെ ഏർപ്പാട് അങ്ങനെയാണ്. എങ്കിലും ദിവസം തോറും വാര്യർ കൊണ്ടുപോയി സാപ്പാട് കഴിക്കുകയാണ് പതിവ്. അത് മുത്തസ്സു നമ്പൂതിരി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഊണ് പകുതിയായപ്പോൾ പാൽപ്പായസം വിളമ്പാൻ ശാന്തിക്കാരനോട് പറഞ്ഞു. വാര്യർ പറഞ്ഞതല്ലാതെ പാൽപ്പായസം കിട്ടിയോ? ഇല്ല, അത് തരാൻ പാടില്ലെന്ന് ശാന്തിക്കാരൻ പറഞ്ഞു. അപ്പോൾ വാര്യർ പറഞ്ഞിട്ട് തന്നെയാണ്, ഭയപ്പെടേണ്ട, വിളമ്പിക്കോളൂ എന്ന് നമ്പൂരി പറഞ്ഞു. ശാന്തിക്കാരൻ പാൽപ്പായസം വിളമ്പിക്കൊടുത്തു. നമ്പൂരി മൂക്കും മുട്ട സാപ്പാടും കഴിച്ചു വെലിക്കൽപ്പുരയിൽ പോയി കിടപ്പുമായി. വാര്യർ കുളിയും ചവുമെല്ലാം കഴിഞ്ഞ് ഉണ്ണാൻ ചെന്നിരുന്നു. ഊണ് പകുതിയായപ്പോൾ പതിവ് പോലെ പാൽപ്പായസം വിളമ്പാൻ പറഞ്ഞു. അപ്പോൾ വിളമ്പിക്കൊണ്ടുവന്ന സ്ത്രീ പാൽപ്പായസം ആ വഴിപോക്ക നമ്പൂരിക്ക് കൊടുത്തു എന്ന് ശാന്തിക്കാരൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അതുവോ? ആര് പറഞ്ഞാണ് കൊടുത്തത്? സ്ത്രീ പറഞ്ഞു. അമ്മാവൻ പറഞ്ഞു എന്ന് ആ നമ്പൂരി പറഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് ശാന്തിക്കാരൻ പറഞ്ഞു. ആഹാ,
ദ്രോഹി. വ്യാജം പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത്. എന്നാൽ അയാളോടൊന്ന് ചോദിച്ചിട്ട് തന്നെ വേണം വിടാൻ. എന്നിട്ട് ഇനി പൂർണ്ണഭാവമുള്ളൂ എന്ന് പറഞ്ഞ് വാര്യർ എച്ചിക്കൈയും മടക്കിപ്പിടിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് എണീറ്റ് വെരിക്കൽപ്പുരയുടെ വാതിൽക്ക് ചെന്ന് പാൽപ്പായസം മേടിച്ചുണ്ടോളാൻ ഞാൻ നമ്പൂരിയോട് പറഞ്ഞു എന്ന് ചോദിച്ചു. അതിന് നമ്പൂരി പറഞ്ഞ ഉത്തരം നമുക്ക് നാളെ പറയാം. കുറേ ഉണ്ട് പറയാം. നമ്പൂരിയോട് ഉത്തരം പറഞ്ഞത് ഇപ്പൊ പറയാല്ലേ. ഏതായാലും അന്നേരം ഇദ്ദേഹം പറഞ്ഞു, കോശവാ, നീ എന്തൊരു വാര്യരാണടോ നീ. നിനെക്കൊണ്ട് അഷ്ടാംഗ ഹൃദയം ഏഭ്യ മോനിപ്പള്ളി ശംഖുവാര്യര് മഹായോഗ്യൻ, നല്ല അഷ്ടാംഗ ഹൃദയക്കാരൻ. അയാളാണ് തേച്ചു കുളിച്ചാല് പാൽപ്പായസം ഉണ്ണണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നീ പറഞ്ഞാൽ ആര് കേൾക്കും? ഞാൻ നിന്റെ ബാല്യക്കാരനാണോ എന്ന് പറഞ്ഞിട്ട് ആ നമ്പൂതിരിനെ പറ്റിച്ചു എന്നാണ് ഇപ്പം പറയേണ്ടത്. അല്ല, വാര്യറ. അപ്പോൾ അതിൽ നമുക്ക് ബാക്കി ദൈവത്തിന്റെ ബാക്കി കാര്യങ്ങൾ നാളെ നോക്കാം. ഇപ്പം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോമീർദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.